ഹലോ, ഞാൻ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് മിറ്റമൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേനും ഒരു വഴുതനങ്ങ കാച്ചിരിക്കുന്നൊക്കെ കണ്ടു. നമുക്ക് പിന്നെ ബുധനാഴ്ച ദിവസം ചർച്ചിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പനും അമ്മയും ചർച്ചിൽ പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ പപ്പയും അമ്മയും ചർച്ചിൽ പോകാൻ പോവുകയാണ്. ഇവിടുത്തെ പട്ടിസാറിനോട് സംസാരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആള് പാവമാണ്. മമ്മി അവനെ വഴക്ക് പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവൻ രാവിലെ എന്തൊക്കെയോ അവിടെ കടിച്ച് കീറിയൊക്കെ ഇട്ടൊക്കെയാണ്. അപ്പോൾ വഴക്ക് പറയുമ്പോൾ അവൻ്റെ മുഖം എപ്പോഴും അങ്ങനെ ഇരിക്കും, പാവത്താനെ പോലെ. അങ്ങനെ അപ്പനും അമ്മയും ചർച്ചിൽ പോയി. അവനെ എന്തോ വഴക്ക് പറഞ്ഞതിൻ്റെ ആ സങ്കടം അവൻ്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട്. എന്നാലും നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ആൾ പാവമാണ്. ഇന്ന് പിന്നെ വർക്കിനൊന്നും പോകാത്തത് കൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി വണ്ടിയൊന്ന് കഴുകിയിട്ട്. എൻ്റെ വീട്ടിൽ പിന്നെ പ്രഷർ വാഷറോ പ്രഷർ ഗണ്ണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പൈപ്പിലെ വെള്ളത്തിൽ തന്നെ സാധാ ഓസൊക്കെ വെച്ചിട്ടാണ് കഴുകുന്നത്. അങ്ങനെ വണ്ടി കഴുകി. ഇതാണ് ഫൈനൽ. കൊള്ളാവോ നിങ്ങൾ പറയൂ. പിന്നെ ഈ അടുത്ത സമയത്ത് ചെയിൻ ലൂബ് ചെയ്തതായതുകൊണ്ട് തന്നെ അധികം ഡീപ്പായിട്ട് ഞാൻ കഴുകാൻ നിന്നില്ല. അവൻ്റെ മുഖത്തെ പരിഭവങ്ങളൊക്കെ മാറി അവനെ കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിൽ കയറിപ്പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുക്കിങ്ങിലോട്ട് കയറി. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓട്സാണ് ഉണ്ടാക്കുന്നത്. ഇതേ കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. വാഷിംഗ് മെഷീനകത്ത് ഇടുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യം പിന്നെ അവൻ നോക്കിക്കോളും. പിന്നെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏരിയലിൻ്റെ മാറ്റിക് ലിക്വിഡാണ്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി, നല്ല റിസൾട്ടാണ്. അങ്ങനെ മെഷീൻ്റെ പണി നോക്കുന്നു. ഇനി ഞാൻ എൻ്റെ പണി നോക്കി പോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.